കുഞ്ഞിന്റെ കാര്യം മാത്രമല്ല, അവൾക്ക് നന്നായിട്ട് പാചകം ചെയ്യാനും അറിയാം. അതിന്റെ ഒരു മുൻതൂക്കം അവൾക്ക് എന്തായാലും കിട്ടും. മോള് വിട്ടുകൊടുക്കരുത് മോളെ. എന്തെങ്കിലും രീതിയിൽ മോളെ വിഷമിപ്പിച്ചാൽ മോള് കൊട്ടയ്ക്ക് നിന്നോണം. അവൾ എന്തെങ്കിലും ഒന്ന് എതിർത്ത് പറഞ്ഞാൽ ഞാൻ പാഞ്ഞു വന്നോളാം. ശരിയമ്മേ. കുഞ്ഞിന് കളയാനുള്ള ആദ്യ ശ്രമം പാളിയെന്ന് കരുതി മോളെ വിഷമിക്കണ്ട. നമ്മൾ അതിനെ കളഞ്ഞിരിക്കും. അതോടെ ഏട്ടത്തിക്ക് അവളോടുള്ള സ്നേഹവും കുറയും. മോള് ധൈര്യമായിട്ടിരുന്നോ? എന്നാ ശരി. ഞാൻ എന്റെ മക്കളോട് സംസാരിക്കുമ്പോഴൊക്കെ അത് കേൾക്കാൻ നിങ്ങൾക്ക് നല്ല ആകാംക്ഷയുണ്ട്. ഞാൻ കേൾക്കാനൊന്നും വന്നതല്ല, കേട്ടതുമില്ല. ഓ, ആ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു കേട്ടോ. എന്റെ മോൾക്ക് അവിടെ ഒരു സമാധാനവും ഇല്ല. അവളുടെ സമാധാനം കെടുത്താൻ അവിടെ ആരും ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോകത്തുള്ള എല്ലാവരും നമ്മളെ അനുസരിച്ച് ജീവിക്കണമെന്ന് കരുതുന്ന തെറ്റ്. തീർന്നോ? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അതറിയാങ്കിലേ പിന്നെ മിണ്ടാതെ ഒരു ഭാഗത്തിരിക്കണം. ഞാൻ അങ്ങനെ തന്നെ ഇവിടെ കഴിയുന്നത്. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ചോദിക്കുമ്പോ മറുപടി പറയണ്ടേ? ഏതായാലും അരുൺ കാർത്തൂനെ വിവാഹം കഴിച്ചു. ആ കുട്ടി ഒരു അമ്മയാകാനും പോകുന്നു. ഇനി നിയമപരമായി അവരെ വേർതിരിക്കാൻ ആർക്കും പറ്റില്ല. പിന്നെ അതിനുവേണ്ടി ശ്രമിക്കുന്നത് പാഴ്വേലയാണെന്നാ എനിക്ക് പറയാനുള്ളത്. 10-25 കൊല്ലം ഒന്നിച്ച് ജീവിച്ചല്ലോ. ഇപ്പോഴും നിങ്ങൾക്കെന്നെ മനസ്സിലായിട്ടില്ല അല്ലേ? അതെനിക്കറിയാം. ഞാൻ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് ഭയക്കേണ്ടത്. കാർത്തു നമ്മളെന്നും പോലെയല്ല. ആരെയും സംശയത്തോടെ നോക്കാറില്ല. ആരെന്ത് പറഞ്ഞാലും അതങ്ങ് വിശ്വസിക്കും. അതുകൊണ്ട് ചതിയപ്പെടാനുള്ള സാധ്യത കൂടുതലാ. മോൻ പോകുമ്പോ നിനക്ക് അവളെയും കൂട്ടിക്കൊണ്ടു പോയിക്കൂടെ? അതിനപ്പച്ച സമ്മതിക്കില്ല. ഈ കല്യാണം നടന്നപ്പോ തന്നെ തോറ്റുപോയെന്ന് പറഞ്ഞ് നടക്കുക. അതുകൊണ്ട് ഇനിയൊരു മത്സരം നടക്കില്ല. നീ ഒരുപാട് റിസ്ക് എടുത്താ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇനി അതിനെ പരിക്കില്ലാതെ കൊണ്ടുപോകേണ്ടത് നിന്റെ കടമയാണ്. വീട് നന്നായി നോക്കിയാലും വീടിനകത്തിട്ട് ചവിട്ടിത്തേക്കും മഞ്ജുവും ദേവയും കൂടെ. അതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാ. അതെല്ലാം അറിഞ്ഞു വെച്ചിട്ടാ നീ അവളെ കെട്ടിയത്. അതുകൊണ്ട് തന്നെ ആ കൊച്ചിന്റെ കണ്ണ് നനയാതെ നോക്കേണ്ടത് നീയാണ്. ഇന്നിപ്പോൾ അവളുടെ വയറ്റിലൊരു കുഞ്ഞില്ല. എന്നാൽ നാളെ അത് ഉണ്ടാകും. ആ സമയത്ത് നല്ല കെയർ കൊടുത്തേ പറ്റൂ. സ്വത്തും പണമൊന്നും അല്ല മോനെ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം. സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ഭാര്യ. അതെന്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പൊന്നുപോലെ അവളെ നോക്കണം. അവിടെ അപ്പച്ചിയുടെ മുഖം മറക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ലമ്മേ. ഇല്ലാന്ന് പറഞ്ഞാലും എനിക്കറിയാലോ കാര്യങ്ങള്. ഇന്ന് രാവിലെ തന്നെ മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. കുടുംബത്തിൽ പിറന്ന ഒരു പെൺകുട്ടി ചെയ്യേണ്ടത് തന്നെയാ ചെയ്തത്. എന്നിട്ടും കേട്ടില്ലേ മഞ്ജുവിന്റെ വായിലിരിക്കുന്നത്? അവക്ക് കുറ്റപ്പെടുത്താനേ അറിയൂ. കണ്ടറിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയില്ല. മോള് കഴിക്കണേ. നീ എന്താ മഞ്ജു എന്നെ ഇങ്ങനെ നോക്കുന്നേ? അവക്ക് പലഹാരം വാരി കൊടുത്തോ? അവള് കഴിച്ചെന്ന് ഉറപ്പുവരുത്തിയിട്ടാണോ ഇങ്ങോട്ട് വന്നത്? അല്ല, അത് കാർത്തൂന്റെ അവസ്ഥ. എന്തവസ്ഥ? അവള് 3 നേരം വെട്ടി വിഴുങ്ങുന്നില്ലേ? അത് പോരെ? അതിന് മനസ്സമാധാനവും കൊടുക്കുന്നില്ല. അതിന്റെ കൂടെ നല്ല ഭക്ഷണവും കൂടി കൊടുക്കാതിരുന്നാലോ? ഇവിടെ ഉണ്ടാക്കുന്നതൊക്കെ അവൾക്ക് കൊടുക്കുന്നില്ലേ? അവളെ ആവശ്യത്തിന് കഴിക്കുന്നുണ്ടല്ലോ. എങ്കിലും ഈ സമയത്ത് പെൺകുട്ടികൾ കഴിക്കുന്ന ചില ആഹാരങ്ങളുണ്ട്. അത് വീട്ടിലെ അമ്മമാരാ അവർക്കുണ്ടാക്കി കൊടുക്കേണ്ടത്. എനിക്ക് തരാതെ പലഹാരം ഉണ്ടാക്കി അവൾക്ക് കൊടുക്കൂ? കാർത്തൂന് മാത്രമല്ല ഉണ്ടാക്കിയത്, എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. പോയി നോക്ക്. അവൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തു കൊടുക്ക്. ഒരു കൊച്ചു ജനിക്കുന്നതിന് മുമ്പ് ഇതാ സ്ഥിതിയെങ്കിൽ ജനിച്ചു കഴിഞ്ഞാലോ? പിന്നെ ഇങ്ങനെ ഒരുത്തി ഇവിടെ ഉണ്ടെന്ന് പോലും അമ്മായി ഓർക്കില്ലല്ലോ. മഞ്ജു വെറുതെ വഴക്കുണ്ടാക്കരുത്.
ഇവിടെ ഉണ്ടാക്കുന്നത് എന്തും ആദ്യം ഞാൻ കഴിക്കും. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ മാത്രം അവള് കഴിച്ചാ മതി. എന്റെ എച്ചിൽ കഴിച്ചാ മതിയെന്ന്. ഇത് എടുത്തി കഴിച്ചോ. അവളുടെ ഒരു ഔദാര്യം. എന്താ മോളി കാണിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഉച്ചിഷ്ടം കഴിച്ചാ മതി ഇവള്. അതിനു മുൻപേ ഇവളെ ഇവിടെ ആരും സൽക്കരിക്കണ്ട. ഇത് കുറച്ച് കൂടി പോകുന്നുണ്ട് കേട്ടോ. കാർത്തു എടുത്തോണ്ട് വന്നതല്ല, ഞാൻ മോക്ക് എടുത്തു കൊടുത്തതാ. ഇനി മേലിൽ അങ്ങനെ കൊടുക്കരുത്. കൊടുത്താ ഇതായിരിക്കും അനുഭവം. നിനക്കേ അടി കിട്ടാത്തതിന്റെ കേടാ. എന്തിനും ഏതിനും അമ്മ കൂട്ടുള്ളതുകൊണ്ട് എന്തും ചെയ്യാവുന്നാണ് വിചാരം. ഞാനേ ദേവനന്ദയുടെ മോളാ. ഒരു തീരുമാനം എടുത്താ പിന്നെ അതിൽ നിന്നെ പിന്തിരിപ്പിക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ. എന്റെ അമ്മയ്ക്ക്. മഞ്ജു, നീ ഇത് എങ്ങോട്ട് പോവുക? എനിക്കൊരു വീടുണ്ട്, എന്നെ അംഗീകരിക്കുന്ന വീട്. അങ്ങോട്ട് തന്നെ. എന്താ അമ്മ ഇതൊക്കെ? തെണ്ടി തിരിഞ്ഞ് നടന്നു ഒരുത്തിയെ മോൻ കൂട്ടിക്കൊണ്ടു വന്നപ്പം അവളായോ അമ്മയുടെ മരുമോള്? അതിന് ഞാനൊന്നും പറഞ്ഞില്ല അനന്തു. പറഞ്ഞില്ലേ അമ്മായി? ഒന്നും പറഞ്ഞില്ലേ? ഭക്ഷണം തട്ടിത്തെറിപ്പിച്ച ഏതമ്മമാരായാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയില്ലേ? അമ്മായി സംസാരിച്ചതേ അവൾക്ക് വേണ്ടിയാ. അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞാനത് ഒരിക്കലും വച്ചു പൊറപ്പിക്കത്തില്ല. അതുകൊണ്ടാ പോകുന്നത്. എനിക്കിപ്പോഴേ ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ലെന്ന് മനസ്സിലായി. എല്ലാം നിന്റെ തോന്നലാ മോളെ. അതെ അതെ, അമ്മായി പറഞ്ഞതൊക്കെ എന്റെ തോന്നലാ. ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് അമ്മയുടെ മാറ്റങ്ങള്. അവളോട് അമ്മയ്ക്ക് ഇപ്പൊ സ്നേഹം കൂടുതലും. അതെ, കാഴ്ചക്കാരായ നമുക്കൊക്കെ മനസ്സിലാവും. എന്നാൽ നമ്മളൊക്കെ കണ്ണുപൊട്ടന്മാരാണെന്നാ അമ്മായിയുടെ വിചാരം. സഹിക്കുന്നേനെ ഒരു പരിധിയുണ്ട് അമ്മായി. നീ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണല്ലേ? ചെറിയ ചെറിയ കാര്യങ്ങൾ വലുതാക്കി കാണിക്കുക. അതെ, ഞാനാ ഇവിടുത്തെ വഴക്കാളി. അതുകൊണ്ടാ ഞാൻ പോവാൻ തീരുമാനിച്ചത്. എന്റെ അമ്മയ്ക്ക് ഞാൻ ഇതുവരെ ഒരു ഭാരമായിട്ടില്ല. അങ്ങനെയുള്ളപ്പോ ഞാൻ ഇവിടെ കടിച്ചു തൂങ്ങേണ്ട കാര്യം എന്താ? ഇങ്ങനെയൊക്കെ നീ ചിന്തിക്കാൻ തുടങ്ങിയ ഞാൻ എന്താ പറയേണ്ടത്? ഒന്നും പറയണ്ട, ഞാൻ എന്റെ പാട്ടിന് പോവാ. പോവാടി, ഞാൻ പോവാ. ഇനി നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോ. കാണണ്ട പേരും കള്ളി എനിക്ക്. എടുത്തി, എന്താടി? എന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എടുത്തി പോവരുത്. എടുത്തി പറയുന്ന എന്താണെങ്കിലും ഞാൻ കേട്ടോളാം. ഇനി കേൾക്കണമെന്നില്ല. നിന്നെ കാണാതിരിക്കാനും നിന്നെ ഊട്ടുന്ന അമ്മായിയുടെ പ്രവൃത്തികൾ കാണാതിരിക്കാനും ഞാൻ പോവാ. എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെ നുണകളാ സാറ് പറഞ്ഞിരിക്കുന്നത്. അമ്മ പോലും നമ്മുടെ വാക്ക് വിശ്വസിക്കത്തില്ല. ഞാൻ പറഞ്ഞതൊക്കെ അപ്പച്ചി ന്യായീകരിക്കില്ല. എന്നാ ദൈവത്തിനറിയാം എന്തുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നതെന്ന്. ജീവിതത്തിൽ ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് മനസ്സിൽ പിടിച്ചൊരു പെൺകുട്ടിയെ സ്വന്തമാക്കാൻ വേണ്ടി പലപ്പോഴായി പല കള്ളങ്ങളും പറഞ്ഞു. തന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അതല്ലാതെ മറ്റു മാർഗം എനിക്കില്ലായിരുന്നു. പിന്നെ അപ്പച്ചിയോട് പലതും ഉണ്ടാക്കി പറഞ്ഞെങ്കിൽ അതിലെനിക്കിപ്പോ കുറ്റബോധവും ഇല്ല. തനിക്ക് സ്നേഹത്തോടെ പലഹാരം തന്നു, കുഞ്ഞിനെ കളയാനുള്ള പലഹാരം. തന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിലോ ഇപ്പൊ നമുക്ക് കരയേണ്ടി വന്നേനെ. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനോട് പോലും അപ്പച്ചി വാശി കാണിക്കുന്നു. അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. പിന്നെ അവന്റെ അമ്മയോട് കള്ളം പറയുന്ന മാത്രമാണ് ഇപ്പൊ എന്റെ സങ്കടം. ഇതാണ് ഇന്ന് തിരുത്തണമെന്ന് ഞാൻ പറഞ്ഞത്. ശരി, ഞാൻ പറയാം അമ്മയോടെല്ലാം. പക്ഷെ അതിപ്പോ വേണോ? വേണം. അതല്ല കാർത്തു, താൻ പറഞ്ഞ പോലെ കുറച്ചു കഴിയുമ്പോ അപ്പച്ചിയുടെ ഒരു വരവുണ്ടാവും, ഉറഞ്ഞു തുള്ളിക്കൊണ്ട്. ആ നേരത്ത് അമ്മയ്ക്ക് നമ്മളോട് ദേഷ്യമുണ്ടെങ്കിൽ മൊത്തത്തിലൊരു പിന്തുണ കിട്ടില്ല. അമ്മ ഒരിക്കലും കേട്ടതൊന്നും അപ്പച്ചിയെ അറിയിക്കില്ല. അത് ശരിയാ. എങ്കിലും അമ്മയ്ക്കൊരു നീരസം ഉണ്ടാവില്ലേ? എനിക്കിതൊന്നും അങ്ങോട്ട് സമ്മതിച്ചു തരാൻ പറ്റുന്നില്ല സർ. അമ്മയോട് എനിക്ക് സീരിയസ് ആയിട്ടൊരു വിഷയം സംസാരിക്കാനുണ്ടായിരുന്നു. അത്തരം വിഷയങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞില്ലേ? ഇനിയും എന്തെങ്കിലും ഇടകൂടെ ഒപ്പിച്ചിട്ടുണ്ടോ? അത് കാർത്തു നല്ല കുട്ടിയെ. മോശമാണെന്ന് ഞാൻ പറഞ്ഞോ? ഒരിക്കലും അമ്മ കാർത്തുനെ വെറുക്കരുത്. അവളെ വെറുക്കാൻ പോവാണെന്ന് ഞാൻ പറഞ്ഞോ?
നിനക്കിപ്പോ എന്താ വേണ്ടത്? കാർത്തുവിനെ നന്നായിട്ട് ശല്യം ചെയ്യുന്നുണ്ട്. അമ്മയോട് സത്യം പറയണമെന്നും പറഞ്ഞു. അപ്പൊ നീ ഇതുവരെ പറഞ്ഞു വന്ന സത്യങ്ങളല്ലേ? ആണ്, പക്ഷെ ചെറിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിന്റെ നിൽപ്പ് കാണുമ്പോഴേ അറിയാലോ. ഇനി മുഖവരിയൊന്നും വേണ്ട. എന്താ ചെയ്തേന്ന് വെച്ചാ അതങ്ങ് പറയാ. അന്ന് കല്യാണത്തിന്റെ അന്ന് അപ്പച്ചി തലവഴി മണ്ണെണ്ണ വെച്ച് തീ കൊളുത്താൻ ശ്രമിച്ചു. ആ സമയത്താ ഞാൻ കാർത്തൂര് അമ്മയാൻ പോകുന്നു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് എന്താ കുഴപ്പം? ആ ഒറ്റ കാരണം കൊണ്ടല്ലേ നിന്റെ കല്യാണം നടന്നത്? അതെ, ആ സമയത്ത് അങ്ങനെ ഒരു കള്ളം പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും കാർത്തുവിനെ കിട്ടില്ലായിരുന്നു. കള്ളവോ? അപ്പൊ ആ പറഞ്ഞത് കള്ളമാണോ? അതെ. എന്താ നീ പറഞ്ഞത്? കാർത്തുവിന് ഞാൻ താലി കെട്ടി. പക്ഷെ എല്ലാരും അറിയിച്ച അയാളെ കൂട്ടിക്കൊണ്ടുവരുന്നവരെ ഒന്നിച്ച് താമസിക്കണ്ടെന്നാ ഞങ്ങൾ തീരുമാനിച്ചേ. അയാളുടെ വയറ്റില് കുഞ്ഞില്ലമ്മേ. മോളെ, മോളെന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അല്ല, അമ്മായിക്ക് വന്ന മാറ്റം ആലോചിക്കായിരുന്നു. ഇവിടെ ജയിച്ചതാരാന്ന് മോൾക്കറിയോ? അവളാ. നമ്മൾ ജോലിക്കാരിയായി തള്ളണമെന്ന് ആഗ്രഹിച്ചവള്. നീയൊന്ന് ആലോചിച്ചു നോക്കിയ മോളെ. അവിടെ നിന്ന് പുറത്തു പോവേണ്ടവൾ മോളായിരുന്നോ? അല്ല, നമ്മൾ ആ വീട്ടിൽ നിന്നും അരുണിന്റെ ജീവിതത്തിൽ നിന്നും പുറത്താക്കണമെന്ന് ആഗ്രഹിച്ചത് അവളെയാ. അവിടെയാ നീ ഇപ്പൊ പരാജയപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ വരില്ലായിരുന്നു. അമ്മായിയുടെ മാറ്റം എന്നെ തളർത്തി. നീ പടിയിറങ്ങി പോന്നപ്പോ അവൾ ഉൾപ്പെടെ എല്ലാവരും പോവരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ അതൊന്നും കേൾക്കാതെ നീ അവിടെ നിവിടേക്ക് വന്നപ്പോ ഏറ്റവും കൂടുതൽ ആശ്വസിച്ചത് സാധുവായി നടിക്കാൻ മിടുക്കിയായ ആ വഴിപിഴിച്ചവള് തന്നെയായിരിക്കും. അങ്ങനെ അവൾക്ക് ആശ്വാസം കൊടുക്കരുത് മോളെ. അമ്മ എന്താ പറയുന്നതെന്ന് വെച്ചാ അത് ഞാൻ കേൾക്കാം. നമ്മൾ തിരിച്ചു പോകുന്നു. അവളും അവന് ആശിക്കുന്ന പോലെ കാര്യങ്ങൾ പോവില്ലെന്ന് അവരെ ധരിപ്പിച്ചേ പറ്റൂ. നീ ആവേശം കാട്ടാതെ എന്നെ വിളിച്ച മതിയായിരുന്നു. അതൊരു വലിയ വിഷയമാക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ വഴക്കിട്ട് ഇറങ്ങി പോകുന്നത്. ഇനി ഏതായാലും അമ്മായി ഇപ്പൊ ചെയ്ത തെറ്റ് ആവർത്തിക്കില്ലെന്നാ വിശ്വാസം. അവൾക്കൊരു ഭയം വേണം. മനസ്സുമെടുത്ത് അവൾ ഇറങ്ങിപ്പോട്ടെ. അങ്ങനെ പോയാലും അവളെ വിജയിക്കൂ. അരുണും അവളുടെ പിന്നാലെ പോവും. അങ്ങനെ പോവാതിരിക്കാൻ ഞാൻ നോക്കിയ പോരെ? അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പേടിക്കാൻ ഒന്നുമില്ല മോളെ. രണ്ടിനെയും രണ്ടു വഴിക്കാക്കാം. ആ കുഞ്ഞാണിപ്പോ പ്രധാന തലവേദന. മോളേതായാലും ഇപ്പൊ തന്നെ തിരിച്ചു പോണം. ഞാനും കൂടെ വരാം. അനന്തേട്ടൻ വന്ന് വിളിച്ചിട്ട് പോകുന്നതല്ലേ അമ്മേ നല്ലത്? അത് അന്യ വീടൊന്നുമല്ല, നമ്മുടെ വീട് തന്നെയാ. അനന്തു എന്തായാലും ഇവിടെ വരും, നിന്നെ വിളിക്കും. എന്നാൽ ഞാൻ തന്നെ മോളെ കൊണ്ടുവിടുന്നതാ നല്ലത്. അനന്ത് നിന്റെ പക്ഷത്താണല്ലോ. അപ്പോ അവനോട് പഴിയും പരാതിയും പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ടത് മറ്റുള്ള 3 പേരോട്. ഇനി ഇന്നത്തെ സംഭവം അവിടെ ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്കിപ്പൊ തന്നെ പുറപ്പെടാം. എന്താ? ഇപ്പൊ എന്നെ തള്ളി മാറ്റിട്ട് പോകാൻ തോന്നുന്നില്ലല്ലോ അല്ലേ? പക്ഷെ എന്തോ ഭയം ഉണ്ടോ ഉള്ളില്? അമ്മ ക്ഷമിച്ചെങ്കിലും ഇത്രയും ദിവസം അമ്മയ്ക്ക് പ്രതീക്ഷ കൊടുത്തതിന്റെ വേദനയാ.
എന്റെ മോൾ ഇവിടുന്ന് പുറത്താക്കുമല്ലേടി? എന്നിട്ട് ഇവനിപ്പം കഥ കടിച്ച് അകത്തിരുന്ന് സന്തോഷിക്കാം അല്ലേ? അപ്പച്ചി കാർത്തു ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ആരാ തെറ്റ് ചെയ്തത്? എന്റെ മോളോ? അമ്മ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കാർത്തൂന് കൊടുത്തു. അത് പിന്നെ വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ആദ്യം മഞ്ജു കഴിച്ചോന്ന് ഇവള് തിരക്കണം. അവൾ കഴിച്ചതിന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവൾക്ക് കഴിക്കാം. അങ്ങനെ എച്ചിൽ നിന്നല്ല ഇയാള് ജീവിച്ചത്. പിന്നെ എങ്ങനെയാടാ? എങ്ങനെയാ? കടയിൽ വരുന്നവരുടെയൊക്കെ പാത്രം കഴുകി ജീവിച്ചവള് ഇവിടുന്ന് എച്ചിൽ കൊടുത്താൽ അമൃത് പോലെ കഴിക്കണം. ഓ, അവളുടെ മുഖത്തെ സങ്കടം കണ്ടില്ലേ? മഞ്ജുനി വരില്ലെന്ന് കരുതിയതാ. നീ ഇവിടുന്ന് പടിയിറങ്ങി പോയാലും എന്റെ മോൾ ഇവിടെ തന്നെ കാണൂടി. അവള് വളഞ്ഞ വഴിയിലൂടെ കയറി വന്നവളല്ല, നേരായ മാർഗത്തിലൂടെയാ ഈ വീടിന്റെ പടി ചവിട്ടിയത്. അതുകൊണ്ട് അവളാ എല്ലാ അർത്ഥത്തിലും ഈ വീടിന്റെ മരുമകൾ, അല്ലാതെ നീ അല്ല. കാർത്തൂന് ഒരു അവകാശം വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പച്ചി. അടുക്കളയിലും പരിസരത്തുമായിട്ട് ഇയാൾ ഒതുങ്ങി കൂടിക്കോളും. അങ്ങോട്ട് ശല്യത്തിന് എന്നാലും പ്രതികരിക്കാത്ത ഒരാളെ എന്തിനാ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നേ? നിന്നെ പോലൊരു മണ്ടനെ ഇവള് മയക്കെടുത്തു. അടുത്ത നോട്ടം നിന്റെ അമ്മയുടെ നേർക്കാം. കർണേട്ടാ, 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 എന്താ? അവൻ ഇന്നും വന്നു. ദീപൻ പെണ്ണുമായിട്ട് പുറത്തുനിന്ന് സംസാരിക്കായിരുന്നു. അതൊരു പുതിയ സംഭവമൊന്നും അല്ലല്ലോ. പിന്നെ ഉറങ്ങി കിടന്ന് എന്നെ വിളിച്ചോണ്ടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അവളുടെ കുഞ്ഞ് ദീപന്റേതാണെന്ന് അറിഞ്ഞതു മുതൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാണ്ട് നടക്കുക. നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? അവൻ പോയോടി? പോയിട്ടുണ്ട്. ഇപ്പോ അവൻ ഒറ്റയ്ക്കല്ലേ? അതെ, അവനെ കൊന്നുകളയാൻ ആളെ വിട്. ഇതിനു മുമ്പ് അതൊക്കെ എനിക്ക് ഭയമായിരുന്നു. പക്ഷെ നമ്മുടെ മരുമോനും മോളും ഒരുമിച്ച് പോകാൻ അതല്ലാതെ മറ്റു മാർഗമില്ല. അവനെ കൊടുക്കാൻ ഞാൻ നേരത്തെ പദ്ധതി ഇട്ടതാ. അവനെ കൊന്നാൽ നമ്മുടെ മോള് നമ്മളെ കൊല്ലും. അതിലും വലിയ ശിക്ഷയാ അവന് കിട്ടേണ്ടത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഉണ്ണിയെല്ലാം അറിയട്ടെ എന്നും പറഞ്ഞ് മുന്നോട്ട് പോവുക വിജിത. സംശയത്തിന്റെ ഒടുവിൽ നമ്മളോട് സത്യം പറഞ്ഞു. ഉണ്ണി സംശയിച്ചു തുടങ്ങിയാലും അതന്നെയായിരിക്കും സ്ഥിതി. അവൻ അവളോടെല്ലാം പറയും. ഓ, വീണ്ടും തുടങ്ങിയ ആലോചന. ഇത് മാത്രമേ ഇപ്പൊ നടക്കുന്നുള്ളൂ. നീ ഒന്ന് അടങ്ങടി സുധേ. നമ്മുടെ മോടെ ജീവിതം മുങ്ങി താഴുമ്പോ എങ്ങനെ അടങ്ങാനാ? വയസ്സായി വരിക. നിങ്ങൾക്കാണെങ്കിൽ ഇല്ലാത്ത രോഗങ്ങളില്ല. ഒന്ന് കിടപ്പിലായാലേ നോക്കാൻ ആള് വേണ്ടേ? നന്ദി കെട്ട മോള് നോക്കുമെന്ന് എനിക്ക് ഓരോ ഉറപ്പുമില്ല. അതുകൊണ്ട് ഉണ്ണിയെ നമ്മുടെ മരുമോനായിട്ട് നിലനിർത്തിയേ പറ്റൂ. അവൻ നോക്കുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോടി നിനക്ക്? കാര്യം ഇപ്പൊ അവൻ നമ്മളെ പിന്തുടരുന്നുണ്ടെങ്കിലും ഒരു വീഴ്ച വന്നാൽ താങ്ങിപ്പിടിക്കുമെന്ന് സംശയമുണ്ട് എനിക്ക്. അത് നമ്മുടെ മോള് പറയുന്നത് ശരിയാ. അവന് വേണ്ടി ചോര നീരാക്കിയ ചേട്ടനെ അവൻ തള്ളിക്കളഞ്ഞു. അവന്റെ അമ്മയെ ഇവിടെ നീയും നിന്റെ മോളും കൂടി തൂത്തു തുടച്ചിട്ടും അവനൊരക്ഷരം എതിർത്ത് പറഞ്ഞില്ലല്ലോ. അമ്മയെ കൊല്ലാതെ കൊല്ലുന്നതും അവന് സന്തോഷമാ. അങ്ങനെയുള്ളവൻ നമ്മളൊന്ന് വീണാൽ നോക്കുവന്ന് എന്താ ഉറപ്പെന്നാ ഞാൻ നിന്നോട് ചോദിച്ചത്. നാളെ കോടതിയില്ലടാ. നാളെ ഒരു ദിവസം നിന്നെ ഇവിടെ കിട്ടിയാ മതി. ഇന്ന് രാത്രിയും നാളെയും കൊണ്ട് നിന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. അത് കഴിഞ്ഞ് FIR പോലും ഇടുന്നുള്ളൂ. പിന്നെ കോടതിയിലേക്ക് പോയാലും ഒരു മിടുക്കനായ വക്കീലിന് പോലും നിന്നെ പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. ചെയ്യാത്ത കുറ്റത്തിനാ സാറേ എന്നെ സാറെങ്ങനെ തല്ലി ചതയ്ക്കുന്നത്? നീ കത്തിയായിട്ട് നിൽക്കുന്ന കണ്ടോണ്ടല്ലേ ഞങ്ങൾ വന്നത്. ആ സമയത്ത് ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ നീ അവന്മാരൊക്കെ തീർക്കില്ലായിരുന്നോ? അത് എന്റെ കത്തിയല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ സാറേ. എന്നെ കുത്താൻ വന്നവന്റെ കയ്യിൽ നിന്ന് ഞാൻ പിടിച്ചു വാങ്ങിച്ചതാ. എടാ, കള്ളം പറഞ്ഞാലേ ഇടികൊണ്ട് നീ ചോര തുപ്പും. നടന്നതുപോലെ പറയണം, സമ്മതിക്കണം. അല്ലെങ്കിൽ പോലീസിന്റെ ഈ താണ്ഡവം തുടരും. സാർ എന്നെ കൊന്നാലും ശരി, ചെയ്യാത്ത കുറ്റം ഞാൻ ഏക്കില്ല സാറേ.
നിനക്ക് വാരലിനെണ്ണം കൂടുതലാ. അതി കുറച്ച് നനഞ്ഞു വാരും. കേട്ടോടോ? കൊല്ലാതെ കൊല്ലൂന്ന് കേട്ടിട്ടില്ലടാ. ഇന്നലെ രാത്രി ഇവിടുന്ന് പോയപ്പോ റാഞ്ചി എന്നാ കേട്ടത്. പപ്പയായിരിക്കും ഇതിന് പിന്നിൽ. അതെ, കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ ഒരുപാട് കണ്ടതാ. ഇനി ഞങ്ങൾക്ക് വയ്യ. ഞാൻ പറഞ്ഞതല്ലേ ദീപേട്ടനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യരുതെന്ന്. ഓ, വേറെ ആർക്ക് വേദനിച്ചാലും അവക്ക് ഒരു കുഴപ്പമില്ല. ദീപേട്ട സങ്കടപ്പെട്ട അവക്ക് സഹിക്കാൻ പറ്റുകയല്ല. അതെ, ഇനി ദീപേട്ടൻ ജയിലിൽ കിടക്കുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. എന്നാ നീ കേട്ടോടി, ഇനി അവനെ എന്നും ജയിലിൽ കിടത്താൻ തന്നെയാ എന്റെ തീരുമാനം. ഞങ്ങക്ക് ഒരൊറ്റ മരുമോനേ ഉള്ളൂ, നിന്റെ കഴുത്തിൽ താലി കെട്ടിയവൻ. അവനെ മതി ഞങ്ങക്ക്. നിനക്ക് ജനിക്കുന്ന കുഞ്ഞും അവനെ അച്ഛാന്ന് വിളിച്ചാ മതി. എടേ, ഒരിക്കൽ അവനെ പോലീസ് കൊണ്ടുപോയപ്പോ നീ കിടന്ന് കരഞ്ഞതാ. പിന്നെ ജയിലിൽ കിടക്കുന്നവനെ കാണാൻ കുറച്ചു നാള് നീ പോയി. അത് കഴിഞ്ഞ് അവന്റെ മുഖം നീ അങ്ങ് മറന്നു. ഇനിയും അങ്ങനെ തന്നെ മതി. ജയിലിൽ കിടക്കുന്നവനെ മറക്കണം. എന്നിട്ട് ഉണ്ണിയുമൊത്ത് നന്നായിട്ട് ജീവിക്കണം. അവന് പകരക്കാരനാകില്ല ദീപൻ. അത് നീ മനസ്സിലാക്കിക്കോ. എടി സുധേ, ഞാൻ അവനെ പോയി ഒന്ന് കണ്ടിട്ട് വരാം. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ദീപേട്ടനെ പുറത്തിറക്കും. കോമാളികളെ പോലെ നടക്കുന്നുണ്ടെങ്കിലും നിന്റെ പപ്പയത്ര ബുദ്ധിയില്ലാത്തവനൊന്നും അല്ല. ഇനി അവൻ പുറത്തിറങ്ങിയ പിന്നെ പോലീസും അറസ്റ്റും ഒന്നും ഉണ്ടാവില്ല. അവനെ തൂക്കിക്കൊല്ലാൻ കരുണേട്ടനങ്ങ് വിധിക്കും. അതുകൊണ്ടേ നീ വെറുതെ നിന്റെ സമയം കളയണ്ട. എന്താ വരാത്തതിന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ, വക്കീല് മാത്രം ഇരിക്കേ. സർ, ദീപനെ ഞങ്ങൾ ജാമ്യത്തിലിറക്കാൻ വന്നതാ. അവനെ 2-3 വരെ കത്തിക്ക് രേഖ നോക്കിയതാ. അതിന് ഞങ്ങള് സാക്ഷികളാ. കൊലപാതക ശ്രമോ, ജാമ്യം അനുവദിക്കാൻ പറ്റില്ല. പിന്നെ കോടതിയിൽ നിന്ന് വേണേ എടുത്തു. കോടതിയില്ലാത്ത ദിവസം നോക്കി അവൻ അറസ്റ്റ് ചെയ്തത് കൊല്ലാതെ കൊല്ലാനാണെന്നറിയാം. എന്തിനാ സാറേ നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ തല്ലിച്ചതയ്ക്കുന്നത്? കരുണൻ ദീപനെ കള്ളക്കേസിൽ കുടിക്കാതെ സാറേ എന്ന് നീയാണോ തീരുമാനിക്കുന്നത്? നീ ആ കഞ്ചാവ് കേസിലെ പ്രതിയുടെ കൂട്ടുകാരനല്ലേ? നിന്നെ അന്നൊരു ദിവസം ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നെങ്കിലും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനുമുമ്പ് കൃഷിമന്ത്രിയുടെ വിളി വന്നു. ഇവിടെ പക്ഷെ ആര് രക്ഷിക്കാൻ നോക്കിയാലും ഞാൻ അവനെ വിടില്ല. സാറ് കഥയറിയാതെ ആട്ടം കാണുകയാ. യഥാർത്ഥ പ്രതികളെ സംരക്ഷിച്ചിട്ട് നിരപരാധിയായ ഒരു ചെറുപ്പക്കാരന്റെ ഭാവി കളയ. എനിക്ക് നിങ്ങളോട് തർക്കിക്കാൻ നേരമില്ല. ഞാൻ അവനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവൻ കത്തിയുമായി നിൽക്കുമായിരുന്നു. കൊല്ലാൻ ശ്രമിച്ചെന്ന് അവന്റെ കയ്യിൽ തല്ല് കിട്ടിയവര് പറയുകയും ചെയ്തു. പിന്നെ എന്തിന്റെ പേരിലാ ഞാൻ അവനെ വിട്ടേ? ശരിക്കും കണ്ണേട്ടനും ദീപേട്ടനും ഒന്നുമല്ല ജയിലിൽ കിടക്കേണ്ടത്, കരുണമാമയാ. എല്ലാ തെറ്റുകളും അയാളാ ചെയ്യുന്നത്. ശരിയടാ അരുണേ, ഒതുക്കേണ്ടത് അയാളെയാ. എന്തെല്ലാം കൊള്ളരുതായ്മയാ അയാൾ ഇതിനോടകം ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ വിവാഹം മുടക്കാൻ വേണ്ടി അപ്പച്ചിയെ കണ്ടെന്ന് മാത്രമല്ല, അതിനുവേണ്ടി അവരെന്തെല്ലാം ചെയ്തു. അത്രയ്ക്ക് ദുഷ്ടനായൊരു മനുഷ്യൻ പുറത്ത് ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ദീപൻ ഏതാണ്ട് അയാളുടെ കുടുംബം തകർത്ത് കഴിഞ്ഞു. വിജിതയെ മുന്നിൽ നിർത്തി നന്നായിട്ട് അവൻ കളിക്കുന്നുണ്ട്. അതിന്റെ പ്രതികാര ഇപ്പൊ ചെയ്തിരിക്കുന്നത്. CI ബാഹുലയൻ ശരിക്ക് തല്ലി ദീപനെ. ഇനി അവനെ ഇന്ന് പരമാവധി ടോർച്ചർ ചെയ്തിട്ടേ നാളെ കോടതിയിൽ ഹാജരാക്കൂ. കൊലപാതക കുറ്റത്തിനാ കേസ്. അവനെ ഗുണ്ടകളെ കൊണ്ട് തല്ലിച്ചിട്ട് അവൻ കൊല്ലാൻ ശ്രമിച്ചെന്നാ പറയുന്നത്. അതുകൊണ്ട് CI ബാഹുലയന്റെ അനന്തരവളെ കൊന്നത് വിജിതയാണെന്ന് അയാൾ അറിയണം. അവൾ ചെയ്ത കുറ്റത്തിനാണ് ദീപൻ ജയിലിൽ പോയതെന്നും. ഞാൻ എല്ലാ വഴിയും നോക്കി ദീപ. അരുണും ഞാനും കൂടി CIയോട് സംസാരിച്ചു. എന്നിട്ടും രക്ഷയില്ല. ഞാൻ അയാളുടെ അനന്തരവളെ കൊന്നുവെന്ന് വിശ്വസിക്കുന്നിടത്തോളം കാലം അയാൾ ഒരു നീക്കുപോക്കിനും തയ്യാറാവില്ല സാറേ. പിന്നെ അവിടെ ഞാൻ നിരപരാധിയാണ് എന്ന് ആ CI സാർ അറിയണം. അതിനി എങ്ങനെ പറ്റൂടാ? വിജയതിക്കിപ്പോ അവളെക്കാൾ ഇഷ്ടം എന്നോടാ. അവള് വിചാരിച്ചാൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അത്രയ്ക്ക് നിന്നോട് അവള് കാരുണ്യം കാണിക്കോ?
സാറൊന്നും പറയണ്ട, അവളെ വിളിക്കണം, കാണണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാനും പറയണം. അച്ഛൻ ചെയ്ത തെറ്റ് മകള് തിരുത്തട്ടെ സാറേ. എങ്ങനെ തിരുത്തും? അവള് ചെയ്തതൊക്കെ CI സാറിനോട് പറയൂ? എനിക്ക് തോന്നുന്നില്ല അവൾ അത്രയും മനുഷ്യത്വം നിന്നോട് കാട്ടുമെന്ന്. എനിക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിട്ട് നടക്കുക. അതുകൊണ്ടാ കണക്കില്ലാത്ത സ്വത്തൊക്കെ എന്റെ പേരിലേക്കാക്കിയത്. ഞാൻ അവൾക്ക് ജീവനാ. അതുകൊണ്ട് എന്റെ ജീവൻ എടുക്കുന്ന പ്രവൃത്തികളൊന്നും അവൾ ചെയ്യില്ല സാറേ. എങ്ങനെയെങ്കിലും എന്നെ പുറത്തു കിടത്താൻ സഹായിക്കുകയുള്ളൂ. ഇപ്പൊ സാറിന് മനസ്സിലായോ എന്റെ പ്രവൃത്തികളൊക്കെ ശരിയാണെന്ന്? എന്റെ ഒരു കുഞ്ഞ് അവളുടെ വയറ്റിലില്ലായിരുന്നെങ്കിൽ അവൾ ഒരിക്കലും ഇപ്പൊ എന്നോട് കാണിക്കുന്ന സിമ്പതി കാട്ടില്ലായിരുന്നു. എല്ലാ അർത്ഥത്തിലും അങ്ങനെ ഒരു ചതി ചെയ്തത് നന്നായെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. എന്നെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടാലും അവളുടെ വയറ്റിൽ വളരുന്ന എന്റെ കുഞ്ഞ് ഒരു ബോംബാ. അത് ജനിക്കുന്നതിന് മുമ്പും ജനിച്ച ശേഷവും നമുക്കൊരു പിടിവള്ളിയ സാറേ, കരുണനെ തകർക്കാൻ. ഇനി നടന്നതൊക്കെ പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല സർ. സാറിന്റെ അനന്തരവളും മരിക്കാൻ കാരണം ദീപേട്ടനല്ല. ഇത്തരം കഥകൾ ഞാൻ കുറെ കേട്ടതാ. എന്നാ അതുപോലെയല്ല ഞാൻ പറയുന്നത്. കൊലയാളി ഞാനാ. അതെ സർ, ദീപേട്ടനും ഞാനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. എന്നാൽ അതിന്റെ ഇടയിലേക്കാ സാറിന്റെ അനന്തരവള് കയറി വന്നത്. ദീപേട്ടൻ ആ കുട്ടിയോട് സ്നേഹമാണെന്ന് എനിക്ക് തോന്നി. അവര് തമ്മിലുള്ള അടുപ്പം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. സത്യത്തിൽ അതെന്റെ തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. എന്നാ സംശയം ഉള്ളിക്കിടന്ന് ഞാൻ ആ കുട്ടിയെ തള്ളി താഴെ ഇടുമായിരുന്നു. നീ പറഞ്ഞ സത്യമാണോ? അതെ സർ, തെറ്റിദ്ധാരണ മൂലം എനിക്ക് അന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റി. എന്നെ ജീവനായിരുന്ന ദീപേട്ടൻ ഞാൻ ചെയ്ത കുറ്റം ഏറ്റെടുത്ത് ജയിലിലേക്ക് പോയി. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ കാത്തിരിക്കണമെന്നുള്ള ഉറപ്പിന്മേൽ. എന്നിട്ട് കാത്തിരുന്നില്ല, മറ്റൊരാളെ വിവാഹം കഴിച്ചു അല്ലേ? അതെ സർ. ആ കേസ് കോടതിയിലെത്തി, വിധിയും വന്നു. ദീപൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു. എല്ലാം കഴിഞ്ഞ ശേഷം ഇനി എന്തിനാ ഇങ്ങനൊരു കുമ്പസാരം? ദീപേട്ടനെ പുറത്തു വിടണം സർ. ചെയ്യാത്ത കുറ്റത്തിന് ആ പാവം ഒരുപാട് ശിക്ഷ അനുഭവിച്ചു. ഇപ്പോഴും ദീപേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് നിന്റെ അച്ഛന് കുറ്റബോധമൊന്നുമില്ലല്ലോ. അയാള് വീണ്ടും എന്നെ ചൊടിപ്പിച്ച് അവനെ കൈകാര്യം ചെയ്യണമെന്നാണല്ലോ പറയുന്നത്. എന്റെ പപ്പ അങ്ങനെ ഒരാളായിപ്പോയി. അച്ഛനേക്കാളും നീ മുൻകാമുകനെ സ്നേഹിക്കുന്നെങ്കിൽ പിന്നെ എന്തിനാണ് നീ അവനെ കളഞ്ഞിട്ട് വേറൊരുത്തനെ കെട്ടിയത്? അവസാനം സ്വന്തം തെറ്റേറ്റു പറഞ്ഞുകൊണ്ട് എന്നെ രക്ഷിക്കാൻ തയ്യാറായല്ലേ? എന്റെ പപ്പയാ പ്രതി. അവിടെ ഞാൻ ഉറപ്പായിട്ട് സത്യങ്ങൾ പറഞ്ഞേ മതിയാവൂ. ദീപേട്ടൻ ഒരിക്കലും ജയിലിൽ കിടക്കേണ്ട ആളല്ലാന്ന് എനിക്കറിയാം. ഞാൻ പപ്പയോട് പലതവണ പറഞ്ഞതാ ദീപേട്ടനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യരുതെന്ന്. അതുപോലെ തന്നെ എന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ അച്ഛൻ ദീപേട്ടനാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. ഇനി CI ബാഹുലേയൻ കരുണനെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. നീ വിഷമിക്കണ്ടേ, കാർത്തൂന്റെ കല്യാണം കഴിഞ്ഞുപോയി. എന്നിട്ടും അയാള് പഠിച്ചിട്ടില്ല. ഇന്നും അവരോടൊക്കെ വെറുപ്പായിട്ട് നടക്കുക. അത് മാത്രാണോ? എടി, എന്റെ ജീവിതം പോലും നശിപ്പിച്ചിട്ടാ നിന്നെ ഞാൻ ഒരു സമയത്ത് രക്ഷിച്ചത്. അതുപോലും ഓർക്കാതെ ഇപ്പഴീ പണിയൊക്കെ കാണിക്കുന്നത്. അതിനുള്ള തിരിച്ചടി അയാൾക്ക് കിട്ടിയേ പറ്റൂ. പപ്പയ്ക്ക് ആപത്തുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ദീപേട്ട. ഇവിടെ പക്ഷേ ഇതല്ലാതെ മറ്റൊരു മാർഗം ഇല്ലാത്തോണ്ടാ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞത്. എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഒരു ജയിൽ പുള്ളിയാണെന്ന് മറ്റുള്ളവർ പറയാൻ പാടില്ല. അതിന് നിന്റെ കുഞ്ഞിന്റെ അച്ഛനൊരു ഡോക്ടറല്ലേ? അല്ലാന്ന് അതിന്റെ അമ്മയ്ക്കറിയാലോ. നീ എന്നെ ഇവിടുന്ന് ഇറക്കി, സംഗതിയൊക്കെ ശരിയാ. അതിന് പറയാൻ പാടില്ലാത്തൊരു സത്യം എല്ലാരോടും പറഞ്ഞു നടക്കേണ്ട കാര്യം എന്താ? എടി, ഞാനാണ് കുഞ്ഞിന്റെ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ കരുണന്റെ വൈരാഗ്യം വർദ്ധിച്ചത്. നീ മനഃപൂർവ്വം സംഭവം എല്ലാവരെയും അറിയിച്ചിട്ട് എന്റെ ഒപ്പം വരാനാണോ പ്ലാൻ?
അങ്ങനെ വന്നാലും കൂട്ടില്ലല്ലോ. പിന്നെ അമ്മയുടെയും പപ്പയുടെയും ചോദ്യം ചെയ്യല് കൂടിയപ്പോ അവരുടെ വാ അടപ്പിക്കാൻ വേണ്ടി ഉള്ളതങ്ങ് പറഞ്ഞതാ. നാളെ നിന്റെ ഭർത്താവ് ചോദിച്ചാലും നീ ഇതുപോലൊക്കെ തന്നെ അവനോടും പറയൂ. ആ, അങ്ങേര് സംശയിച്ചു തുടങ്ങിയാ പറയേണ്ടി വരും. വിജയേ, അത് വേണ്ട. ദാ, നീ ഇപ്പൊ ചെയ്തത് നല്ല കാര്യ. എന്നുവെച്ച് അതിനുള്ള പ്രതിഫലം നമ്മൾ ഒന്നിച്ചുള്ള ജീവിതമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ആഗ്രഹിച്ചാലും കിട്ടാത്തതിന്റെ പിന്നാലെ ഞാൻ പോവാറില്ല ദീപേട്ട. എനിക്ക് കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ കാണണം. ഇടയ്ക്കെങ്കിലും നമുക്ക് ജനിക്കുന്ന കുഞ്ഞിനെ ഒന്ന് വന്ന് കാണണം. എനിക്കത്രയേ ഉള്ളൂ. എടോ, അവ പുറത്തിറങ്ങിയടോ ആ ദീപൻ. എന്താ താനീ പറയുന്നേ? അതേടോ, എന്റെ മോളുടെ കൂടെ അവൻ വന്നത്. എടോ, ഈ CI ബാഹുലേന് എന്ത് പറ്റിയോ എന്തോ. തന്നെ അവനൊന്നും ചെയ്തില്ലല്ലോ. എടോ, തല്ലൊന്നും കിട്ടിയില്ല. പക്ഷേ എന്റെ കാര്യം നോക്കാൻ ആളുണ്ടെന്ന് പറഞ്ഞു. ആ CI ബാഹുലേനെ എന്നെ കാണണമെന്നും പറഞ്ഞു. ബാഹുലേൻ ചതിച്ചടോ. അതിലുപരി തന്റെ മോള് തന്നെ ചതിച്ചോന്നാ എനിക്ക് സംശയം. അങ്ങനെ ഒരു സംശയം എനിക്കും ഇല്ലാതില്ല. എടോ, സ്വന്തം അച്ഛനെ ഒറ്റിക്കൊടുത്തിട്ട് തന്റെ മോള് അവനെ രക്ഷിച്ചെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, വിജിതയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അവന്റെ തന്നെ ആയിരിക്കും. മനുഷ്യനോട് പേടിച്ചും സംശയിച്ചും ഒക്കെ നിൽക്കുമ്പോ താൻ എന്തിനാണോ ഇതൊക്കെ പറയുന്നേ? പിന്നെ ആർക്കായാലും അങ്ങനൊക്കെ തോന്നില്ലേ? സ്വന്തം അച്ഛനേക്കാളും വലുതാണോ അന്യനായ ഒരുവൻ? എന്റെ എനിക്ക് ചാകാൻ തോന്നുക. ദീപൻ പുറത്തിറങ്ങിയ സ്ഥിതിക്ക് ഇനി അതിന് ശ്രമിക്കണ്ട. അതിനുള്ള അവസരം അവൻ ഒരുക്കിക്കോളും. താൻ ഓരോന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ പേടിപ്പിക്കില്ലേ? ഗ്രഹണ സമയത്താണെന്ന് തോന്നുന്നു സുധ അവളുടെ മോക്ക് ജന്മം നൽകിയത്. ഓ, ജനിച്ചപ്പോ വെച്ചടി കയറ്റമായിരുന്നു. ഇപ്പോ അടി മാത്രമേ ഉള്ളൂ, വരുന്നവന്റെയും പോകുന്നവന്റെയും ഒക്കെ കയ്യിന്ന്. ഇനിയിപ്പോ എന്താ പരിപാടി? CI ബാഹുലേന് എന്താ പറ്റിയെന്നറിയണം. എന്നിട്ട് തട്ടണം ദീപനെ. മരിക്കേണ്ടവൻ വളരാൻ പാടില്ലടോ. നമുക്ക് നല്ല സമയമല്ല കരുണ. ഒരു കാലത്ത് നമ്മൾ വിചാരിക്കുന്നത് നടക്കുമായിരുന്നു. ഇപ്പൊ അതല്ല സ്ഥിതി. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതിനെതിരായിട്ടാ കാര്യങ്ങൾ വരുന്നത്. ഇപ്പൊ മോശ സമയമാടോ. ഇനിയിപ്പോ ഒരുത്തൻ കൂടെ ഇറങ്ങാനുണ്ട്, കണ്ണൻ. അവനെ ഇറക്കാതിരിക്കാനുള്ള മാർഗം കൂടി നോക്കണം. എടോ, CI ബാഹുലേനി സത്യങ്ങളൊക്കെ അറിഞ്ഞു കാണൂടോ? അതാടോ എന്റെയും സംശയം. ഓ, അങ്ങനെയാണെങ്കിൽ ലോക്കപ്പിൽ കിടന്ന് ഇടികൊള്ളുന്ന എന്നെ ഇനി ദീപം വന്ന് കാണും. അതേപ്പറ്റിയൊന്നും തന്റെ മോള് പറഞ്ഞില്ല അല്ലേ? ഒന്നും പറഞ്ഞില്ലടോ. ദീപനെ കള്ളക്കേസി കുടിക്കുന്നതിന്റെ കലിയ അവക്ക്. അച്ഛൻ ജയിലിൽ പോയാലും കാമുകൻ അരികിൽ വേണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഉള്ളത് പറയാലോ, തന്റെ മരുമകനെ ആളൊരു മണകൊണാഞ്ചനായി പോയി. അവന് നട്ടലുണ്ടായിരുന്നെങ്കിലേ ഈ ദീപൻ അവിടെ കയറി